ധന്യമായി ജീവിക്കുക, ജീവിക്കുക, ജീവിക്കുക. ഇന്ന് കൂടെ ഉള്ളവര് നാളെ കൂടെ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ഇന്നോ നാളെയോ വിളക്ക് കെടുന്നു, പിന്നെയോ ശൂന്യമാം അന്ധകാരം. ആസ്വദിച്ചിടണം ഓരോ വരിയും. ആനന്ദ സന്ദേശ രസമധുരം. കാവ്യ പുസ്തകമല്ലോ ജീവിതം. ജീവിതം ഒരു കാവ്യ പുസ്തകമാണ്. അത് ആസ്വദിക്കണം, ചിരിക്കാൻ പഠിക്കണം, ചിരിപ്പിക്കാൻ പഠിക്കണം. ധന്യമായൊരു ജീവിതം. തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, യൂസ്ഫുൾ, പർപ്പസ്ഫുൾ, ഫ്രൂട്ട്ഫുൾ ആൻഡ് മീനിങ്ഫുൾ. ഇനി നിങ്ങൾ എനിക്ക് തരേണ്ട ഗുരുദക്ഷിണ ഞാൻ പറഞ്ഞല്ലോ, 16-ാം അധ്യായം പരമാവധി പഠിപ്പിച്ച് പ്രചരിപ്പിക്കുക. അതാണ് എനിക്ക് തരേണ്ട ഗുരുദക്ഷിണ. ഈശ്വരതുല്യനായ ഈ തിരുമേനിയുടെ മുമ്പിൽ വെച്ച നിങ്ങളങ്ങോട്ട് നോക്കുന്നത്, ഞാൻ നിങ്ങളെയാണ് നോക്കണത്, അങ്ങോട്ട് നോക്കിയെടുക്കേണ്ട പ്രതിജ്ഞയാണ്. 16 ബാക്കിയുള്ളതെല്ലാം ഉണ്ട്. 574 ശ്ലോകങ്ങൾ കൃഷ്ണൻ പറയുന്നതുണ്ട്. അതിൽ ഞാൻ മനസ്സിലാക്കിയ ഈ 24 എണ്ണത്തിൽ നരകം നിങ്ങൾക്ക് എങ്ങനെയാ ലഭിക്കുന്നത് കൃഷ്ണൻ പറയുന്നു. അധോഗതി എങ്ങനെയാണ് ഉണ്ടാവുന്നത് കൃഷ്ണൻ പറയുന്നു. തിന്മ ചെയ്യുന്നവർ സ്ഥിരമായിട്ട് തിന്മ ചെയ്യാൻ കാരണമെന്ത് കൃഷ്ണൻ പറയുന്നു. നരകത്തിലേക്കുള്ള 3 വാതിലുകൾ ഈ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. കാമം, ക്രോധം, തഥാ ലോഭം. പിശുക്ക്, വാശി, അത്യാഗ്രഹം ഒഴിവാക്കുക. മക്കൾക്ക് വേണ്ടി ധാരാളം ഉണ്ടാക്കി വെക്കല്ലേ. അവർ വിയർത്ത് പണിയെടുത്ത് പഠിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുക. നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുക. ആ ജീവിതമാണ് ധന്യം. കപില മഹർഷി ദേവഹൂതിക്ക് പറഞ്ഞു കൊടുക്കാവുന്നത് പറഞ്ഞു കൊടുത്ത്, അമ്മേ ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞു തൊഴുതു പോയി. അമ്മയെ ഒറ്റയ്ക്കാക്കി പോകണമെന്ന് ഞാൻ നിങ്ങളോട് പറയണില്ല. എന്നാലും നിങ്ങളുടെ ജീവിത ലക്ഷ്യം, മാർഗം പൂർത്തീകരിക്കണം. ഒരു പുതിയ മനുഷ്യനായി മാറുക. അതിന് ഈ അധ്യായം നിങ്ങളെ സഹായിക്കും. ഉറപ്പാണ്. പഠിക്കണം, പഠിപ്പിക്കണം, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. വീട്ടിനകത്ത് മാറ്റമുണ്ടാവണം. കുടുംബ ബന്ധം ദൃഢമാവണം. നാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ വാദിക്കാനും ജയിക്കാനും ശ്രമിക്കരുത്. അറിയാനും അറിയിക്കാനും ശ്രമിക്കുക. ആരെയും ചവിട്ടി പുറത്താക്കരുത്. എല്ലാവരെയും അടിച്ചകത്താക്കുക. ഇതായിരിക്കട്ടെ ജീവിതം. നേരത്തെ പറഞ്ഞ മാതിരി ചിരിച്ചുകൊണ്ടുള്ളൊരു മുഖമുണ്ടാവണം. ധന്യമായൊരു ജീവിതം. ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടെങ്കിൽ ഡേറ്റ് ഓഫ് ഡെത്ത് ഉണ്ട്. അതുകൊണ്ട് കരഞ്ഞുകൊണ്ട് നമ്മൾ വന്നു, കരയിച്ചുകൊണ്ട് നമ്മൾ പോകുമ്പോൾ മറ്റൊരുവനെ ആശ്രയിക്കാതെ ജീവിക്കാൻ ഭഗവാനെ കൃഷ്ണ, നിന്നെപ്പോലെ ചങ്കൂറ്റത്തോടുകൂടി ജീവിച്ച കാലം നല്ല രീതിയിൽ പറഞ്ഞും പറയിപ്പിച്ചും ഉപദേശിച്ചും മനുഷ്യനെ ധന്യനായ മനുഷ്യനാക്കിയ ഭഗവാനെ കൃഷ്ണ, ഞാൻ നിന്റെ മുമ്പിൽ തൊഴുതുകൊണ്ട് പറയുന്നു, കൃഷ്ണ സന്ദേശാർപ്പണമസ്തു, കൃഷ്ണ സന്ദേശാർപ്പണമസ്തു, കൃഷ്ണ സന്ദേശാർപ്പണമസ്തു. നിങ്ങൾക്കെല്ലാവർക്കും നന്മ വരട്ടെ. പരമപവിത്രമായ ഭാരതത്തിനു വേണ്ടി, സംസ്കാരത്തിനു വേണ്ടി, പൈതൃകത്തിനു വേണ്ടി പ്രവർത്തിപ്പിക്കാനുള്ള അറിവും സമയവും ഊർജവും കഴിവും ഭാരതമാതാവും ജഗതീശ്വരനും നിങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ദീർഘ ആയുരാരോഗ്യ ഐശ്വര്യാണാം അഭിവൃദ്ധിരസ്തു, ഉത്തരോത്തര അഭിവൃദ്ധിരസ്തു ഇതി അഹം ച വയം പ്രാർത്ഥയാമഹ.